നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചൈനീസ് ആമ്പിൻ്റെ മൂന്നാം ഘട്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചൈനീസ് ആമ്പ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ചൈനയിൽ നിർമ്മിച്ച നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആംപ്ലിഫയർ ആണ്, നല്ല വിലയുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ അത് പറയുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചൈനീസ് ആമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആമ്പ് നമ്മൾ ക്യാബിനറ്റിനകത്ത് കുറച്ച് ആമ്പും ട്രാൻസ്ഫോമറൊക്കെ സെറ്റ് ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഷോർട്ടാക്കിയിട്ട് ക്യാബിനറ്റിനകത്ത് ആക്കിയത് തൊട്ട് കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ നട്ട് ഇടുന്നതും സ്ക്രൂ ഇടുന്നതൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ അത് ക്യാബിനറ്റിനകത്ത് ആക്കി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് കാണാം, ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ആമ്പിൻ്റെ അകത്തേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആമ്പിൻ്റെ ക്യാബിനറ്റിനകത്തുള്ള വിശേഷങ്ങൾ. ടൊറോഡൽ ട്രാൻസ്ഫോമറാണ് നമ്മൾ വച്ചിട്ടുള്ളത്. പിന്നെ പവർ സപ്ലൈ, പിന്നെ രണ്ട് ഡിലേ ഇവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ അടുത്ത ആമ്പ്. അങ്ങനെയാണ് ഇതിനകത്ത് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് വെറും പവർ ആമ്പ് മാത്രമാണ്. ഇതിനകത്ത് പ്രീ ആമ്പോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും വരുന്നില്ല, ജസ്റ്റ് ഒരു പവർ ആമ്പാണ്. അപ്പോൾ ഈ AVRൽ നിന്നുള്ള ഒരു സ്റ്റീരിയോ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് വരികയും തിരിച്ച് പവറായിട്ട് ഒരു 250 വാട്ട്സ് മാക്സിമം നമുക്ക് 4 ohms എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന ചേട്ടൻ അരുൺ മാധവൻ ചേട്ടനാണ്. പുള്ളി എഞ്ചിനീയറാണ്. അപ്പോൾ പുള്ളി ഇതിനകത്ത് നിന്ന് ഏറിപ്പോയ ഒരു 100 വാട്ടോ 150 വാട്ടോ ഒക്കെ ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ആ ഒരു രീതിയിൽ ബയാസ് ചെയ്ത് നിർത്തും. അത്രയും 100 വാട്ടിനകത്തോ 150 വാട്ടിനകത്തോ കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ ബയാസ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണുന്നതിന് വേണ്ടി എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത്, ഈ കാണുന്ന വീഡിയോക്കകത്ത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. അതിനകത്ത് 2 വീഡിയോകളിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്കത് പോയിട്ട് കാണാവുന്നതാണ്. ഇത് നമ്മുടെ ടൊറോഡൽ ട്രാൻസ്ഫോമറാണ്. ഇമെക്സിലാണ് ചെയ്തത്. ഇമെക്സിൽ നല്ല രീതിയിൽ അവർ ഈ ട്രാൻസ്ഫോമർ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇതിൽ വരുന്ന ഒരു വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ 35 12 ആംപിയറും 12 4 ആംപിയറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാര്യം ഇത് പവർ ആമ്പാണ്, ഇതിനകത്ത് പ്രീ ആമ്പുകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വൈൻഡിങ്ങിൻ്റെ ആവശ്യം മാത്രമാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതൊരു നല്ലൊരു പവർ സപ്ലൈ ആണ്. ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. പവർ ആമ്പാണ്. 50 വോൾട്ടിൻ്റെ 14 UF നിപ്പോൺ കപ്പാസിറ്റേഴ്സും പിന്നെ നല്ല ഹൈ സ്പീഡ് ഡയോഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പവർ സപ്ലൈ ആണിത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ സത്യം പറഞ്ഞാൽ ട്രാൻസ്ഫോമർ ഈ രീതിയിൽ വയ്ക്കാൻ പാടില്ല എന്നാണ് ഒരു നിയമം. എല്ലാത്തിൻ്റെ ഒരു നിയമവശമുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ഒരു നിയമവശം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആംപ്ലിഫയറിൻ്റെ ഒരു നിയമവശം നോക്കുമ്പോൾ, നമ്മളെ ട്രാൻസ്ഫോമർ ഈ ഒരു രീതിയിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയും. എന്നാലും നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിനകത്ത് ഈ ഒരു രീതിയിലേ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഉൾപ്പെടുത്തിയത്. ഒരു സ്ഥല പരിമിതിയുണ്ട്. കാര്യം അരുൺ ചേട്ടൻ്റെ വീട്ടിലുള്ള ആ ഒരു പവർ AVR, ആ ഒരു AVRനകത്ത് അതിൻ്റെ സെയിം അളവിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഷെൽഫുണ്ട്, ആ ഷെൽഫിനകത്ത് കറക്റ്റായിട്ട് കയറേ വേണം. അപ്പോൾ 9 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ പൊക്കം. ഈ ആംപ്ലിഫയറിൻ്റെ പൊക്കം ആകെ കൂടെ വരുന്നത് ഒരു 9 സെൻറ്റിമീറ്ററാണ്. ഈ ഒരു ഭാഗം ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, ഏറ്റവും ലാസ്റ്റ് കാണിക്കാം. ഞാൻ ജസ്റ്റ് മൂടി വെച്ചേക്കാണ്. കാര്യം ഇവിടെ സ്ക്രാച്ച് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ മൂടി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുമ്പം, ഇത് റൈറ്റ് സൈഡ് ചാനലും ഇത് ലെഫ്റ്റ് സൈഡ് ചാനലുമായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഒരു PCB ആ രീതി തന്നെയാണ് ചൈനയിൽ അവർ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള രീതി, അത് തന്നെയാണ്. ഇത് റൈറ്റ് ചാനലിന് വേണ്ടി, ഇത് ലെഫ്റ്റ് ചാനലിന് വേണ്ടി അവർ കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ PCB ഡിസൈനിങ്ങിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് കമ്പോണൻസ് അറേഞ്ച്മെൻ്റ് എല്ലാം. കൂടെ തന്നെ ഇതിനകത്ത് ഒരു ഡിലേ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഡിലേ എന്തിനാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, AVRൽ നിന്നൊരു 12 വോൾട്ട്, അത് ട്രിഗർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. 12 വോൾട്ട് ഈ ഒരു ആംപ്ലിഫയറിനകത്തേക്ക്, അതായത് ഈ ഒരു സർക്യൂട്ടിലേക്ക് വരുമ്പോഴായിരിക്കും ഈ ആംപ്ലിഫയർ ഓൺ ആകുന്നത്. അതായത് സ്വിച്ചിങ് ആണ്.
ആംപ്ലിഫയറിൽ നിന്ന് ആ ഒരു AVRൽ നിന്നുള്ളൊരു 12 വോൾട്ട് ഇൻപുട്ട് ഇതിനകത്ത് വരുമ്പോൾ ഈ ട്രാൻസ്ഫോമറിനെ ഓണാക്കുകയും ആംപ്ലിഫയറിനെ ഓണാക്കി നിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. പിന്നെ ഈ ഒരു ഡിലേ ഉപയോഗിക്കുന്നത് ഈ ഒരു ആംപ്ലിഫയർ ഓൺ ആവുന്ന സമയത്ത് ഇതിൽ നിന്ന് ട്രിഗർ ഒരു 12 വോൾട്ട് ഔട്ട് വിട്ടിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ഒരു സംഭവം ഇതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് എടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യം വരുന്നു എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതിനകത്തൊരു ടോൺ കൺട്രോൾ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പ്രീ ആംപ് യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിനെ ട്രിഗർ ചെയ്യിക്കുക. ഇതിൽ നിന്നൊരു 12 വോൾട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിഗർ ഒരു ഡിലേ സർക്യൂട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻപുട്ട് ഔട്ട്പുട്ടുകളെല്ലാം ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി നിർത്തിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് ഒതുക്കി വെച്ചേക്കുകയാണ്. ബാക്ക് സൈഡിലായിട്ട് ഒതുക്കി വച്ചേക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ട്രിഗർ വരുന്നത്. 12 വോൾട്ടിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും വരുന്നത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫാൻ എക്സോസ്റ്റ് ആയിട്ടും ഈ കാണുന്ന ഭാഗത്ത് ഒരു ഫാൻ എക്സോസ്റ്റ് ആയിട്ടും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് എയർ ഫ്ലോ അകത്തോട്ട് കയറ്റുന്നതിന് വേണ്ടി ഒരു ഫാന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അകത്തായിട്ടൊരു ഫാന് വരുന്നുണ്ട്. അതിന് വിത്ത് ഒരു ഓട്ടോമാറ്റിക് സർക്യൂട്ട് നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് ചൂടാവുന്നതിനനുസരിച്ച് ഫാന് കറങ്ങുക എന്നുള്ളതാണ്. ഇവിടെ ഒരു സർക്യൂട്ട് ഞാൻ വയ്ക്കും. അതിൻ്റെ സെൻസറിൻ്റെ ഒരു വയറാണ് ഞാനിത് ഈ കാണുന്ന സെൻസറിൻ്റെ വയറാണ്. അപ്പോൾ നമ്മളത് ആഡ് ചെയ്യും, പിന്നീട് കാണിക്കുക അത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ ട്രാൻസ്ഫോമറിൻ്റെ അറേഞ്ച്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളിങ്ങനെ രണ്ട് സൈഡിൽ 2 ബോർഡ് വെച്ചിട്ട് നടുക്കായിട്ട് അങ്ങനെ ട്രാൻസ്ഫോമർ ഇലക്ട്രോണിക്സിൻ്റെ ഒരു നിയമപ്രകാരം അല്ലെങ്കിൽ ആംപ്ലിഫയറിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ രീതി വെച്ച് നോക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു രീതിയുണ്ട്. കാര്യം ഈ ഒരു ഇവിടെ നിന്ന് വരുന്നൊരു ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മളെ ആംപ്ലിഫയറിനെ ബാധിക്കും, അല്ലെങ്കിൽ നോയ്സായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതിന് കാരണം. അപ്പോൾ അത് ഞാൻ പലയിടത്തും വായിച്ച മനസ്സിലാക്കിയ കാര്യമാണ്. പക്ഷേ എന്നാൽ പ്രമുഖമായിട്ടുള്ള ബ്രാൻഡുകളിൽ ആ ഒരു രീതി, അതായത് ഞാൻ പറഞ്ഞതുപോലത്തെ ഒരു രീതി, ആംപ്ലിഫയറിൻ്റെ 2 ആംപ്ലിഫയറുകൾക്ക് ഇടയിൽ ഒരു ട്രാൻസ്ഫോമർ വയ്ക്കുന്ന രീതി ചെയ്തു വരുന്നുണ്ട്. പക്ഷേ അതിൽ അവരുടെ ഗ്രൗണ്ടിങ് ഒക്കെ വളരെ പക്കയായിരിക്കും. അവരുടെ എൻജിനീയറിങ് ആ ഒരു രീതി തന്നെ ആയിരിക്കും. ഇപ്പോൾ പയനിയറിൻ്റെയൊക്കെ ചില ആംപ്ലിഫയറിനകത്ത് നമുക്ക് AVR ഒക്കെ തുറന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ട്രാൻസ്ഫോമർ സെൻറ്ററായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനൊരു ചെമ്പ് അല്ലെങ്കിൽ കോപ്പറിൻ്റെ ഒരു ഷീൽഡിങ് ഇങ്ങനെ റൗണ്ടായിട്ട് അവർ വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി, ആ ഫ്ലക്സിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തടഞ്ഞ് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് അവിടെ ചെയ്യുന്നവർ. അപ്പോൾ നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാം, നോക്കാം. ഇതിൽ നോയ്സ് ഉണ്ടോ, ഓൺ ആക്കുമ്പോൾ നോയ്സ് വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കിയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമ്മൾ നിലവിൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തു പോകാനായിട്ടുള്ള പ്ലാനിങ്. കുറേ പരിമിതികൾ, ഇതിനകത്തുള്ള സ്ഥല സൗകര്യം പരിമിതികൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്യുന്നത്. ഇതൊരു കസ്റ്റം മെയ്ഡായിട്ടുള്ള, അതായത് ഈ ഒരു ആംപ്ലിഫയർ നിർമ്മിക്കാൻ എന്നെ സമീപിച്ചിട്ടുള്ള ആൾ പറഞ്ഞ ഡിസൈൻ അനുസരിച്ചിട്ടാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ക്യാബിനറ്റ് ഒരു ഡിസൈൻ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഒരു ഇമേജ് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ, അതായത് നമ്മുടെ അരുൺ മാധവൻ ചേട്ടൻ, ആ ഒരു രീതിയിൽ എനിക്കൊരു ഡിസൈൻ 3D പോലെ പുള്ളി വരച്ചു തന്നു. ഇതാണ് ഉദ്ദേശം ചോദിച്ചിട്ട് വരച്ചു തന്നു. അപ്പോൾ ഞാൻ ചേട്ടാ ഇത് തന്നെയാണ്, നമുക്ക് ഇത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. കൺഫേമായി ക്യാബിനറ്റ് ചെയ്ത് ഫുൾ മെറ്റലാണ്. ഇതിനകത്ത് അക്രലിക് ഷീറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഫ്രണ്ടിലായാലും ഇവിടെ ആയാലും അക്രലിക് ഷീറ്റ് ഒന്നും ഉപയോഗിക്കുന്നത് ഫുൾ മെറ്റൽ ക്യാബിനറ്റാണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള വർക്കുകൾ നമുക്ക് തുടർന്നും കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇനിയും തുടർന്ന് കാണുന്നതിന് വേണ്ടി ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരന്മാരൊക്കെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട.